നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നെതന്യാഹു പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. ചടങ്ങിലേക്ക് ക്ഷണമില്ലെന്ന റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിലും അനൗദ്യോഗിക ക്ഷണം ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ് നെതന്യാഹു എന്നാണ് ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരു വാർത്ത. ഈ മാസം 20-നാണ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണ് നെതന്യാഹു. ആരോഗ്യ പ്രശ്നങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണമായി പറയുന്നത്. എന്നാൽ നിയമപരമായ വിഷയങ്ങളാണ് യഥാർത്ഥ കാരണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾക്ക് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കിയിരുന്നു. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യില്ലെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും യാത്രയ്ക്കിടെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് വേണ്ടിവരുമോ എന്ന ആശങ്ക നെതന്യാഹുവിനുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ നെതന്യാഹുവിനും ഗാലന്റിനും ദെയ്ഫിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. 2023 ഒക്ടോബർ 7 ആക്രമണ സംഭവങ്ങളിലാണ് കേസ് നടക്കുന്നത്. ഹമാസ് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തി 1200 പേരെ കൊലപ്പെടുത്തിയിരുന്നു. 251 പേരെ ബന്ദികളാക്കി. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ 44,000 പേരാണ് കൊല്ലപ്പെട്ടത്. ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഇവർക്കെതിരെ ആരോപിക്കുന്ന കുറ്റം. ഇതിനെല്ലാം പുറമെയാണ് ട്രംപുമായുള്ള സ്വരച്ചേർച്ചാ പ്രശ്നം. ഏതാനും വർഷങ്ങളായി ട്രംപും നെതന്യാഹുവും തമ്മിൽ അത്ര സൗഹൃദത്തിലല്ല. ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൽ ഇരുവരും നല്ല ബന്ധമായിരുന്നെങ്കിലും 2020 അതിൽ വിള്ളൽ വീണു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡനെ അഭിനന്ദിച്ചതായിരുന്നു ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അതിനുശേഷം പലപ്പോഴായി ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിനെതിരെ ട്രംപ് പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. ആക്രമണം തടയുന്നതിൽ നെതന്യാഹുവിന് വീഴ്ച സംഭവിച്ചെന്ന വിമർശനം കൃത്യമാണെന്നായിരുന്നു പരസ്യ പ്രതികരണം. നെതന്യാഹു നോക്കി നിൽക്കെയാണ് കൂട്ടക്കൊല നടന്നതെന്നും ട്രംപ് ആക്ഷേപിച്ചു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നെതന്യാഹു ഫ്ലോറിഡയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. മാർ എലാഗോയിലെ ട്രംപിൻ്റെ റിസോർട്ടിൽ നടന്ന കൂടിക്കാഴ്ച നല്ല രീതിയിലായിരുന്നു പിരിഞ്ഞത്. കഴിഞ്ഞ നവംബറിൽ ട്രംപ് വീണ്ടും US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ആദ്യം അഭിനന്ദനമായി എത്തിയതും നെതന്യാഹു ആയിരുന്നു. പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുന്നതിനാൽ വ്യക്തിപരമായ വിഷയങ്ങളിലെ എതിർപ്പുകൾ മാറ്റി നിർത്താൻ തന്നെയാവും നെതന്യാഹു തീരുമാനിക്കുക.